ഒരു കോൺക്രീറ്റ് ഇട്ടതിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്ക് വെള്ളം ഒന്നും തടയാനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്ത്, പക്ഷേ കോൺക്രീറ്റ് ഇട്ട് കളിച്ചിട്ട് പത്തിമേലും കോൺക്രീറ്റ് ഇട്ടാൽ വെള്ളം വരാണ്ടില്ല, ഇതൊന്നും വരില്ല. എങ്ങനെയുണ്ട്? നല്ല ദ്വാരന്നിട്ട് വന്നിട്ട് തോന്നല മക്കളെ. ലാസ്റ്റ് ഇടല് ചട്ടി സീറ്റ് പോലും കേക്കിയിട്ട് പെരും മഴ നോക്കണി, വെള്ളം നോക്കണി. അപ്പോളേ നമ്മളെ പണി ചെയ്യലും മഴ വരലും ഒപ്പായി. കാത്ത എന്ത് ചെയ്ത് അവിടെ നിന്ന് തുണിക്കുപ്പായെടുത്ത് ഭാഗ്യത്തിന് എന്തോ ഭാഗ്യത്തിന് കഴിച്ചില്ലാതാണിത്. ഇതെന്തിനാ വീടിങ്ങനെയൊന്നും മനസ്സിലായില്ല. ഇനി ഒരു കോൺക്രീറ്റ് വാളും കൂടി അടിക്കാണ്ട് അതിൻ്റെ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടോ, ഇവിടെ ഒരു കമ്പി കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് വാളിൽ വരാൻ വേണ്ടിയിട്ടാണ് കമ്പി അവിടെ കെട്ടണത്. അത് അപ്പം കെട്ടാത്ത നമുക്ക് സാധനം ഇടാനൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ള ലെവൽക്കാണ് അപ്പം കെട്ടായിരുന്നത്. കൺമാതിർക്ക് അപ്പോൾ എന്താ പറയുക, മറ്റേ ബീഡിങ് ഇങ്ങനെ അടിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടാണ് അടിച്ചത് രണ്ടിനാൾ. അതിൻ്റെ അതേപോലെ ബീഡിങ് ഇനിയൊരു കോൺക്രീറ്റ് വാളും കൂടി വരാണ്ടിട്ട് സലാങ്ക അപ്പോൾ ഇതിനോട് നിന്ന് നനച്ച് തരുന്നുണ്ട് അടുത്ത് ഇടാൻ വേണ്ടി. സലാങ്ക ബീഡിങ് ഇടല്ല, ഇതിട്ട് ഒഴിവാക്കിയില്ലേ മഴ തല ആകെ സ്വിച്ച്. കല്ലിങ്ങർച്ചൊക്കെ ഉണ്ടല്ലോ മറ്റേ ഇത് ഓടുന്ന വണ്ടി റൗണ്ടിൽ ഇങ്ങനെ ഓടുന്ന ആ സ്വിച്ച്. എന്ത് സലാങ്ക അങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആയതിനെ കണക്കാക്കിയാണ് ആ നൂലടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മക്കളെ ഇവിടെ വാർത്ത ഫുള്ള് സെറ്റായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ റോഡ് കംപ്ലീറ്റ് ആണ് ക്ലിയർ ആയിട്ടാണ്. മാഷാ അല്ലാഹ്. ഇത് തള്ളാതെ കഴിച്ചില്ല, അത് വലിയ കിട്ടലാണ് കേട്ടോ, വലിയൊരു ഫയറാണ്. അധിക സ്ഥലത്തും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വരില്ല. ചെയ്തപ്പാ ചിലർക്ക് ഇങ്ങനെ അഭിപ്രായം ഇതിനുള്ളിൽ സീറ്റ് ഇട്ട് കൊടുക്കണം. എൻ്റെ അഭിപ്രായം എന്താ? പല അഭിപ്രായം സീറ്റ് ഇട്ടിട്ട് കൊടുക്കണ എന്താണ്, സീറ്റ് ഇട്ട് ലൂസ് മണ്ണില്ലല്ലോ അത്. അതിൽ സീറ്റ് ഇട്ടുണ്ടെങ്കിൽ അതിലൊരു ഇതുണ്ടാവും, പാളിണ്ടാവും, രണ്ടായിക്കും പോണത്. ഇത് ഇതിൽ പിടിച്ചാണ് എന്റെ കട്ടക്കാലത്തിന് ഇവിടെ അതൊക്കെ ഒരു എന്താ വെച്ചാല് ഇത് വെള്ളം വെറുതെ പറ്റിച്ച് നോക്കിയാൽ അടിക്ക് വലിയ പൈപ്പ് കൂടെ കിട്ടിയ. അപ്പൊ പൈപ്പ് കിട്ടിയപ്പോൾ പറ്റിച്ച് നോക്കിയാൽ കട്ടക്കാലത്തിനാണ് പൈപ്പ്. മക്കളെ എന്താ പണി പറയാം, അടുത്ത് ഇവിടെ ഒരു കോൺക്രീറ്റ് വാളും കൂടി വേണമെന്ന് പറയട്ടെ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ഇങ്ങനെ ചെയ്തിങ്ങനെ നൂലടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് എന്താ ചെയ്യാറോ, ഇവിടെ കമ്പ്യൂട്ടർ അവരവിടെ പണിയെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ വെച്ച് ഞാൻ ഒറ്റക്കാണ്. അത് മതി ഓക്കെ. അപ്പോൾ കുട്ടികളെ പലരും പറഞ്ഞ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പ് വരും, ഇതിന് PCC ഇടണം, അങ്ങനെ ഒരു 100 കേസ് ചെയ്യുന്നത് സംഭവം. നമുക്ക് അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. കാരണം നേരം കിട്ടുകയെന്ന് പറഞ്ഞാലും വെള്ളം കൊണ്ട് ഒലിച്ചിട്ട് ഫുള്ള് മണ്ണ് കൊണ്ട് വരികയാണ്. PCC ഇടാൻ അവിടെ നേരം വേണ്ടേ. അപ്പോൾ നമ്മൾ പൗഡർ ആക്കിയിട്ട് അടുത്ത പണിക്ക് പോകേണ്ട ചങ്ങായിമാരെ. നേരെ എന്ത് ചെയ്ത് കോൺക്രീറ്റ് ആണ് ഇടൽ തുടങ്ങി, കവറിങ് ഒക്കെ തുടങ്ങി. ഇത് ഫുള്ള് സെറ്റായി പെർഫെക്റ്റായി. നാട്ടുകാർ മുഴുവൻ അഭിപ്രായം പറഞ്ഞ് എൻ്റെ കുട്ടി ഉഷാറാണെന്ന് പറഞ്ഞ് നല്ല റാഹത്തേന്ന് അവിടെ പണിയെടുക്കാൻ. വരുന്നവർക്ക് മുഴുവൻ നല്ല തീർപ്പതി. അതുപോലെ നമുക്ക് അല്ലാതെ ഈ കമൻറ്റ് ബോക്സ് ഇട്ട് നിറച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. അപ്പോൾ അടുത്ത പണി നമുക്ക് തെന്നലുണ്ട്, പുതിയ കോൺക്രീറ്റ് വാള് ഓർഡർ പാസ്സായിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് PCC ഇടണം എന്നുള്ളത് അവിടെ പോകുമ്പോൾ സൈറ്റ് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചിന്തിക്കാം ഇൻഷാ അല്ലാഹ്. എന്താ പറയുക, നമ്മൾ പണിക്കാരെല്ലാവരും കൂടി ഏകോപനമായിട്ടുള്ള അഭിപ്രായം എടുത്തപ്പോൾ 100% ഇതാണ് ശരി എന്നുള്ള തീരുമാനമാണ്. ചില സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും. ചലാക്കാക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായങ്ങളായിരുന്നു. ഒരു പേടി പഠിച്ചിട്ട് ധൈര്യത്തിലിട്ടോന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി ഇൻഷാ അല്ലാഹ്. ഇതന്നെ പണി അടിച്ച് മിന്നി പൗഡറാക്കി വിട്ട് ഇത് വാട്ടർ ലെവലാക്കണം, വാട്ടർ ലെവലാക്കണം. നല്ലത് ഈ ലെവൽക്കാണ്ട് കൊണ്ടുപോകണം. കുറച്ച് ഹൈറ്റിന് അതിനാണ് അവിടെ കെട്ടുതാ കമ്പി ഉണ്ടല്ലേ മേലക്കിന് കെട്ടി ഞാൻ പൊന്തിച്ച് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് കമ്പി ഇങ്ങോട്ട് പൊന്തിച്ച് താത്തി കൊടുക്കുന്നതല്ല, അത് വാട്ടർ ലെവൽ ഇട്ടാൽ മതി. നാളെ ചെയ്യാം, നേരത്തെ ഒന്നാണ് അടിച്ചാൽ മതി അവിടെ വാർപ്പാകുമ്പോഴത്തിന്. അപ്പം എന്താ മക്കളാ ഇതും വാർക്കണം. താത്ത ഒരു ലെയർ ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഞങ്ങൾ കവറിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഫുള്ള് സെറ്റപ്പായിട്ട് ഒരു ലെയർ ഫുള്ളിട്ട് രണ്ടാമത്തെ ലെയർ മെറ്റൽ കൂട്ടിയിട്ടാണ് ഇങ്ങനെ വരട്ടെ. മെറ്റൽ കൂടിക്കോട്ടെട്ടാ, മെറ്റൽ ഉണ്ടായിക്കോട്ടെ രണ്ടാമത്തെ ലെയർ ഇതിങ്ങനെ പോകട്ടെ. മെറ്റൽ കൂട്ടിയിട്ട് രണ്ടാം ലെയറിൽ എന്ത് ചെയ്യണം, മെറ്റൽ കൂട്ടി പോകട്ടെ. ഇനി ഈ കരമ്പൽ ഇങ്ങനെ ഒരു ബീഡിങ് അതേപോലെ വെച്ചിട്ട് വേറെ അടിക്കാനുള്ള സെറ്റപ്പ് എന്ത് ചെയ്യണം ഉണ്ടാക്കണം കേട്ടോ. ഇതിൻ്റെ പൊടി ഉണ്ടല്ലോ അത് കുഴപ്പമില്ല, അടികളല്ലേ. നിങ്ങൾ ഇവിടെയൊക്കെ എന്ത് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പാക്കിയിട്ട് കേട്ടോ സാധനം ഓക്കെ. അപ്പോൾ ഇത് തകൃതിയായി മസാല ഉഷാറായിട്ടാണ്. മനസ്സിലാവും വാർത്ത പോലെ ഉണ്ടാവുമോ സൈഡിൽ നിന്ന് നമുക്ക് ചോദിച്ചോ. ചെയ്തിപ്പാ എന്താ മട്ടം കുത്തേനാണ് രണ്ടാളില്ല നിന്ന് അങ്ങനെ കുത്തേനാണ്. ചെയ്തിപ്പാ ചിലർക്ക് ഇങ്ങനെ അഭിപ്രായം ഇതിനുള്ളിൽ സീറ്റ് ഇട്ട് കൊടുക്കണം. നല്ല അഭിപ്രായം എന്താ? പല അഭിപ്രായം സീറ്റ് ഇട്ടിട്ട് കൊടുക്കണ എന്താണ്, സീറ്റ് ഇട്ട് ലൂസ് മണ്ണില്ലല്ലോ അത്. അതിൽ സീറ്റ് ഇട്ടുണ്ടെങ്കിൽ അതിലൊരു ഇതുണ്ടാവും, പാളിണ്ടാവും, രണ്ടായിക്കും പോണത്. ഇത് ഇതിൽ പിടിച്ചാണ്, ഇതിൽ പുടുത്തം മുടിച്ച് അയ്യവാ എന്താ പറയുക ഓൻ പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്. ഈ നിലവും ഇതും കൂടി തമ്മിൽ പുടുത്തായി
അപ്പോൾ ഒരിക്കലും തള്ളാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ കണക്ക് കൂട്ടിക്കുന്നത് മെറ്റലിങ്ങനെ ലൂസ് വരുമ്പോൾ മെറ്റൽ കൂട്ടി ഇടിച്ചിട്ടാ മെറ്റൽ കൂട്ടി ഇറക്കിച്ചോ. ആ മെറ്റലുണ്ടായിക്കോട്ടെ മറ്റെന്താ ആകെ സ്ലിപ്പ് ഔട്ടാ. എത്ര ആൾക്ക് പോയി ഇതിക്ക് മൊത്തം എത്ര ആൾക്ക് പോയി? 15 ചാക്ക് പോയി. അപ്പോൾ 25 ചാക്ക് സിമെൻറ്റ് ഇപ്പോൾ ഇതിക്ക് പോയിട്ടാക്കളെ മൊത്തം ഇതിക്ക് 25 ചാക്ക് സിമെൻറ്റ് ഇപ്പോൾ ഇവരവിടെ പടുക്കുന്നുണ്ട്. 25 ചാക്ക് സിമെൻറ്റിൻ്റെ പണി ഉണ്ടാവും ഇവിടെ. ഓക്കെ കഞ്ഞിടിക്കലാ മക്കളെ. ഇവിടെ ഇതാ വാർത്ത ഫുള്ള് സെറ്റായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ റോഡ് കംപ്ലീറ്റ് ആണ് ക്ലിയർ ആയിട്ടാണ്. മാഷാ അല്ലാ ഇത് തള്ളാതെ കഴിച്ചില്ല അത് വലിയ കിട്ടലാണ് കേട്ടോ. വലിയൊരു ഫയറാണ്. അധിക സ്ഥലത്തും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വരലുണ്ട്. ഇവിടെ ഭാഗത്തിന് തള്ളാതെ കഴിച്ചിലായിക്കുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞ് ചേര മുണിങ്ങിയ മാരിക്കുന്നുണ്ട്. അപ്പോൾ റോഡ് പോണതിനനുസരിച്ചപ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ അതിൽ റോൾ ചെയ്യാം. എങ്കിലും നിങ്ങൾ ഓരോരോ സെക്ഷൻ ഇട്ടിന് ഓക്കെ സെറ്റല്ലേ. ഇനി മെറ്റൽ ഇതിൽ കുറച്ചൊരു കാര്യം കേട്ടോ. മെറ്റൽ നല്ലോണം വേണം. മെറ്റൽ ആവശ്യത്തിന് മെറ്റൽ വേണം, അല്ലെങ്കിൽ തള്ളിപ്പോവും. ഇത് ചുറ്റി പറഞ്ഞ പഞ്ചായത്തിൻ്റെ പണിയെടുത്തിനേക്കായി ഉഷാറായി ചെയ്ത് കിട്ടാം. മാഷാല്ലാ നിങ്ങൾ നല്ല കായലവാക്കിയാണ് ഉഷാറായി ചെയ്ത് കിട്ടാം. നല്ല സൂപ്പറായിരിക്കും. ഇതിപ്പോൾ കുറച്ച് വീതിക്ക് കുറച്ച് കുറവുണ്ടെന്ന് തന്നെ ഉള്ളൂ. വേറെ അപ്പോൾ ഇതൊരു പ്രശ്നമില്ല. സെറ്റാണിത്. അട്ടടക്കുന്ന സിമെൻറ്റ് ഫുള്ള് സെറ്റപ്പ് ചെയ്തത്. ലാങ്കാ എന്താ പില്ലറൊക്കെനല്ല വെച്ചുവിടാണ്ടെന്നാല് കുജ്ജ് കാണണ്ട മക്കളെ. എന്താ അറിയാം തെങ്ങിൻ്റെ കുജ്ജാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുജ്ജ് പറഞ്ഞാൽ കുയ്യി ശരിപ്പാകാ അതിൻ്റെ പിച്ചിലാണ്ട് പോട്ടെ. ഇങ്ങനെ ഇവിടെ വരണം ഈ പോയിന്റ് ഇതാ തനാകെ നിൽക്കണം. ഇവിടെ നിന്ന് 4 കയറ്റി വെച്ചിട്ടാണ്. ഇങ്ങോട്ട് നിൽക്കണ്ട അവിടെ നിന്നോട്ടെ. കാരണം എന്താ പറയുക ഇതിനോട് കൂടി JCB കയറില്ല. എന്തെങ്കിലും കാരണത്താൽ ഒരു JCB പോകേണ്ട ഒരു സ്ലൈഡിങ്ങിൻ്റെ ഗേറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു JCB പോകില്ല. നീക്കണ ഗ്രൗണ്ടായിട്ട് നീങ്ങിയാണ്ട് പോയി. കല്ലിങ്ങർച്ചൊക്കെ ഉണ്ടല്ലോ മറ്റേ ഇത് ഓടുന്ന വണ്ടി റൗണ്ടിൽ ഇങ്ങനെ ഓടുന്ന ആ ജനാങ്ക അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ ആയതിനെ കണക്കാക്കിയാണ് നൂലടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വെളുത്തപ്പോൾ ആകെ ചളി. നേരം വെളുത്തതിനുള്ളിൽ ആകെ ചളി ഫുള്ള് മാന്തി എടുത്ത് പെരിച്ചാൻ്റെ പണിയെടുത്ത് ഒരുപാട് പണിയെടുത്ത് വെള്ളം ആകെ ഒഴിച്ച് എന്തായാലും കേസിലായി ഫുള്ള് ഉഷാറായിട്ടാ. അതിന് ഇവിടെ എങ്ങനെയെങ്കിലും ബ്ലോക്ക് ചെയ്യാനായിട്ട്. കാരണം എന്താ ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്, അവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ഒക്കെ കൂടെ എന്താണ് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് വല്ലാണ്ട് നൈസായിട്ട് ഇവിടെ കോൺക്രീറ്റ് ഇട്ട് ഒഴിവാണ്. ഇതാണ്ട് അടിച്ചാൽ മതിയെ പോകാം. ഇത് അടിച്ചാണ് ഒരു 3 ഇഞ്ച് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതിട്ടാ. അപ്പോൾ റെഡിയാവും. അപ്പോൾ എന്താ പറയുക ഈ മുനി അടിച്ചിന് ഈ സാധനം ഇത് എപ്പോഴും ഇങ്ങനെ ടൈറ്റായി കൊടുക്കണ്ട. നമ്മൾ മമ്മൂട്ടി ആകരുത് ഓടി നമ്മളത് നിൽക്കുന്നുള്ള ലെവലിൽ ഇത് സംഭവം അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കെട്ടുമ്പി ഉണ്ട്. നോക്കണി ഇഷ്ടംപോലെ കെട്ടുമ്പില്ലുണ്ട്. അവിടെ കെട്ടുമ്പി അതേപോലെ തന്നെ ഇവിടെ 2 കെട്ടുമ്പി ഒക്കെ ഉണ്ട്. പക്ഷെ എന്താണ് ഇത് അഥവാ തള്ളി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അങ്ങനെ 2 ആണിച്ചെടുത്താൽ മതി. എന്നാൽ ധൈര്യമായി കെട്ടുമ്പി പൊട്ടിക്കഴിഞ്ഞാൽ അതിമ അവിടെ അല്ല മുനി ഓര് നോക്കും. നമ്മളൊന്നും നോക്കണ്ട. ഇതിപ്പോൾ വീടിങ് അടി കഴിഞ്ഞില്ല വട്ട എങ്ങനെ കൺമാതിർക്ക്. അപ്പോൾ എന്താ പറയുക മറ്റേ വീടിങ് ഇങ്ങനെ അടിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടാണ് അടിച്ചതിന് രണ്ടിനാൾ അതിൻ്റെ അതേപോലെ വീടിങ്. ഇനിയൊരു കോൺക്രീറ്റ് വാളും കൂടി വരാണ്ടിട്ട് സലാങ്ക അപ്പോൾ ഇതിനോട് നനച്ച് തരുന്നുണ്ട് അടുത്ത് ഇടാൻ വേണ്ടി. സലാങ്ക വീടിങ് ഇടല്ല ഇതിട്ട് ഒഴിവാക്കിയാലേ മഴ തല ആകെ സ്വിപ്പാവില്ല. നനക്കതാ നല്ല നനക്കണം. അത് തൂർത്താളി അത് ടൈറ്റ് ഇറക്കിയാണ്ട്. അപ്പോൾ അതാണ് കഴിഞ്ഞിട്ടാ അവിടെ നോക്കാൻ സെറ്റല്ല. ഇതെന്തിനാ വീടിങ്ങനെന്ന് മനസ്സിലായില്ല. ഇനിയൊരു കോൺക്രീറ്റ് വാളും കൂടി അടിക്കാണ്ട് അതിൻ്റെ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ ഒരു കമ്പി കൂടി കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് വാളിൽ വരാൻ വേണ്ടിയിട്ടാണ് കമ്പി അവിടെ കെട്ടുന്നത്. അത് അപ്പം കെട്ടാത്ത നമുക്ക് സാധനം ഇടാനൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ള ലെവലിലേക്കാണ് അപ്പം കെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പരിപാടിയാണ് കഴിഞ്ഞിട്ടാ. ലാസ്റ്റ് പണിയാണ് ബീഡിങ് ഇട്ട് നേരെ മെറ്റൽ വെറുക്കുക. മെറ്റൽ എത്തിയുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് എന്ത് ചെയ്യുക എല്ലായിടത്തും വെച്ച് കൊടുക്കണ്ട. ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ 2ാം വാൾ വരുമ്പോൾ ഇതെന്തിനാണ് ഇടുന്നറിയാം. ശരിക്കും ഇടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ റോഡ് ഏതെങ്കിലും കാലത്ത് പൊന്തുകയാണെങ്കിൽ ഇതിനുള്ളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് റഫ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് വിരിച്ചു കൊടുക്കണം. ഓക്കെ ഈ റോഡ് പൊന്ത് ഒരു 3 കൂടി പൊന്ത് അതിൻ്റെ ഒപ്പം. അപ്പോൾ മക്കളെ സലാങ്ക സൗകര്യം വന്നാ കുറച്ച് നേരം ആയിക്കോട്ടെ. അപ്പോൾ കോൺക്രീറ്റ് വാളിൻ്റെ പണിയാണ്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത വാൾ പൊക്കാനുള്ള ബീഡിങ് ഇവിടെ സെറ്റാക്കിയിട്ടാണ്. ഫുള്ള് സെറ്റാക്കിയിട്ട് റഫാക്കിയിട്ടാണ് ഇട്ടിക്കണത്. എന്താ വെച്ചാൽ കല്ലാക്കി ഇട്ടിക്കണ മനസ്സിലായില്ല. കാരണം ഇങ്ങനെ ചെറുതായിട്ട് സ്ലോപ്പ് ഇട്ടിക്കണേ. കാരണം എന്താ വെച്ചാൽ ഇത് മേലേക്ക് പുറത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇതിന് അങ്ങനെ ചെയ്തിക്കണം. ഓക്കെ സെറ്റല്ലേ മക്കളെ. അടുത്ത ടാസ്ക് എന്താ അറിയാം പിന്നെ കോൺക്രീറ്റ് ഇടാൻ കേട്ടോ. അത്യാവശ്യം 6 ചാക്ക് പതിയെ എന്തായാലും കോൺക്രീറ്റ് ചാൻസ് ഉണ്ടല്ലോ.
ഇത്രയും വലിയ വാളായിട്ട് വരണേ ലെവലാക്കിയിട്ടില്ല വാട്ടർ ലെവലാക്കിയിട്ടില്ല ഇത്ര ഈ ആയിട്ട് കയറണേ ഈ ആയിട്ട് വാട്ടർ ലെവൽ വരണേ അപ്പോൾ ഇവിടെ താത്തി പിടിച്ചാൽ ചെയ്യുന്നത് കുറച്ച് അപ്പോളേ നമ്മളെ പണി ചെയ്യലും മഴ വരലും ഒപ്പായി താത്ത എന്ത് ചെയ്ത് അവിടെ നിന്ന് തുണിക്കുമ്പോൾ എടുത്ത് ഭാഗ്യത്തിന് കഴിച്ചില്ലാതാണിത് വലിയ കുരുത്താണ് സെറ്റായിട്ട സാധനം മഴ വരണേ മഴ ചെയ്തുകൊണ്ട് വെള്ളത്തുള്ളി ഇറ്റി എല്ലായിടത്തും ഇങ്ങനെ കേട്ടോ ഭയങ്കര ബർക്കത്താണ് ഇൻഷാല്ലാ എന്തായാലും പണി കണ്ടു എങ്ങനെയുണ്ട് നല്ല ദ്വാരന്നിട്ട് വന്നിട്ട് തോന്നല്ലേ മക്കളെ ലാസ്റ്റ് ഇടല് ചട്ടി സീറ്റ് പോലും കേക്കിയിട്ടിയ പെരും മഴ നോക്കണി വെള്ളം നോക്കണി നല്ല സുബേഷ്കരിച്ചാണ് ദ്വാരക്കണം എന്ന് പറഞ്ഞ ഇതിലാണ് നല്ല കാത്താട്ട ഒരു കോൺക്രീറ്റ് ഇട്ടതിൻ്റെ അവസ്ഥ ഇതാണ് നമുക്ക് വെള്ളം ഒന്നും തടയാനുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല കേട്ടോ പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പരമാവധി എന്ത് ചെയ്ത് പക്ഷേ കോൺക്രീറ്റ് ഇട്ട് കണിച്ചിട്ട് ഇപ്പത്തിമേലും കോൺക്രീറ്റ് ഇട്ടാൽ വെള്ളം വരേണ്ടില്ല ഇതൊന്നും വരില്ല കേട്ടോ വണ്ടിയിൽ ഒന്നും വരില്ല ഇതിന് ഇതിലും നല്ല സെറ്റാവും ചെയ്യും കേട്ടോ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ടോ കാരണം അത്യാവശ്യം സമയമൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണ് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു മാഷാല്ലാ വലിയ കിട്ടില്ല നോക്കാം ഇതിപ്പോൾ അവസ്ഥ നോക്കാം അല്ലേ ഒരു 10 നേരത്തെ മഴ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തെ അവസ്ഥ മഴ ചെയ്യണം ആകെ ചൊറായിരുന്നു